തലക്കോട്ടുകര കൈപ്രമ്പ് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കമായി. റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താൻ ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, സെക്രട്ടറി MC മാറ്റ്ലി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി നിർമ്മാണോദ്ഘാടനം നടന്നിരുന്നുവെങ്കിലും പ്രവൃത്തികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് റീടാറിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 7-നായിരുന്നു റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയെയും കേച്ചേരി കുറാഞ്ചേരി സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന തലക്കോട്ടുകര കൈപ്രമ്പ് റോഡ് തകർന്ന ഗതാഗതയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു. റോഡിന്റെ പല ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലുമായിരുന്നു. റോഡിന്റെ നിർമ്മാണത്തിനായി മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 43,51,000 രൂപ അനുവദിച്ചുവെങ്കിലും പ്രവൃത്തി ആരംഭിക്കാനായിരുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് മേഖലയിൽ നടക്കുന്നത്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, ഗാഗുൽത്ത ധ്യാന കേന്ദ്രം, കിഡ്നി ഫെഡറേഷൻ ഡയാലിസിസ് സെന്റർ, ആരാധനാലയങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രധാന റോഡാണിത്. സംസ്ഥാന പാതയിലെ കേച്ചേരിക്കും കൈപ്രമ്പിനും ഇടയിലുള്ള ഭാഗത്തെ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന റോഡ് കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ടും പ്രവൃത്തി ആരംഭിക്കാത്തതും പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താൻ ഒടുവിൽ ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. റോഡിന്റെ ഏറ്റവും കൂടുതൽ തകർന്നുകിടക്കുന്ന വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിലും സെന്റ് ജോസഫ് കോൺവെന്റിന് മുന്നിലും ടൈൽ വിരിക്കുകയും മറ്റിടങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികളുമാണ് ചെയ്യുന്നത്.